കൃഷാന്തിന്റെ മൂവിയിൽ നിന്ന് നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനെക്കാട്ടിലും ഒരുപടി മേലെ തന്നിട്ടുള്ള സിനിമയാണ് മസ്തിഷ്ക മരണം. ഇതൊരു സൈഫൈ പടമല്ല, ആക്ച്വലി ഇതൊരു കമ്മിങ് ഏജ് മൂവിയാണ്. 2046 സെറ്റ് ചെയ്ത് വെച്ചൊരു കഥ കേട്ടോ ഇത്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കമ്മിങ് ഏജ് മൂവിയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ. അതായത് ടെക്നോളജിക്കലി നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സൊസൈറ്റി ഒക്കെ ഏത് രീതിയിലാണ് മാറുന്നത് അതിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് ചെയ്യുന്ന ടൈപ്പ് സിനിമയാണ് ഈ കമ്മിങ് ഏജ് മൂവീസ്. അതിന്റെ കൂടെ നമ്മൾ ഈ പ്രിയദർശൻ മൂവീസിലെല്ലാം കണ്ടിട്ടുള്ള ഈ തമാശയും കൺഫ്യൂഷൻ കോമഡിയും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതിന്റെ ഒരു പെർഫെക്റ്റ് ബ്ലണ്ട് ആണ് നമ്മുടെ മസ്തിഷ്ക മരണം. ഒരു വല്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കിടിലം പടം കേട്ടോ. ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണിത്. തിയേറ്ററിൽ ആൾക്കാർ കുറവാണ്. പിന്നെ ഈ സിനിമയെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ മിക്ക ആൾക്കാർക്കും ഇതിൽ പറയുന്ന ത്രെഡ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്ലോട്ട് മനസ്സിലാവണമെങ്കിൽ തന്നെ ഇനിയും കുറെ നാളെടുക്കും. പക്ഷെ എനിക്ക് ഈ പടം ഭയങ്കര കണക്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. കാരണം ഞാനിങ്ങനെ ഈ സൈഫൈ പടങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. പിന്നെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളതില്ല, ഇത് നമ്മൾ ഈ ടീസറിലും ഇതിന്റെ പാട്ടിറങ്ങിയ സമയത്താണ് നമ്മൾ ഒരുപാട് ഇതെല്ലാം കണ്ടല്ലോ. രജിഷ വിജയൻ മറ്റേ ഐറ്റ് ഡാൻസ് കളിക്കുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് കൃഷാന്തിന്റെ മൂവിയാണ്. സോ ആ ഒരു മേക്കറിന്റെ മേലെ നമുക്കുള്ള ഒരു വിശ്വാസമുണ്ട്. ഇപ്പോ പുരുഷപ്രേതമാണെങ്കിലും ആവാസ വ്യൂഹമാണെങ്കിലും അതുപോലെ തന്നെ ക്രോണിക്കിൾ ഓഫ് 4.5 ഗ്യാങ് ആണെങ്കിലും പിന്നെ ഗഗനചാരി ഇങ്ങനെയുള്ള സിനിമയുടെ ഒക്കെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള കൃഷാന്ത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കേൾക്കുന്ന സമയത്ത്, ആ പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ ബ്രാൻഡിന്റെ മേലൊരു വിശ്വാസമുണ്ട്. അത് ഒട്ടും കുറയ്ക്കാതെ ആ ബ്രാൻഡ് വാല്യൂ നല്ല രീതിയിൽ കൂട്ടി തന്നിട്ടുള്ള സിനിമയാണ് മസ്തിഷ്ക മരണം. ഒരു ഗംഭീരമായിട്ടൊരു എക്സ്പെരിമെന്റൽ മൂവി ആട്ടോ ഇത്. ശരിക്കും ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു ആദ്യ മധ്യാന്ത പൊരുത്തമുണ്ട്. അതായത് കഥ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും പിന്നെ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റോറി ലൈൻ ഇതിനുണ്ട്. ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ കണക്ട് ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിലുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയെ നല്ല രീതിയിൽ ഊക്കി വിട്ടിട്ടുണ്ട്. ഊക്ക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഊക്കാണ്. അതായത് ഞാൻ കുറച്ചുകൂടി പ്ലോട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നില്ല, എന്നാലും ഒരു സ്റ്റോറി ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ ഈ ഡിജിറ്റൽ വേൾഡിൽ പ്രത്യേകിച്ച് നമ്മൾ AI അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി ഇങ്ങനെ നമ്മുടെ എന്താണ് ഒരു 10 വർഷം മുമ്പ് നമ്മൾ എങ്ങനെയാണോ സൊസൈറ്റിയിൽ പെരുമാറിയത് ആ രീതിക്കല്ല നമ്മൾ ഈ 2020 ശേഷം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡിജിറ്റലി നമ്മുടെ ചുറ്റുപാടും വരുന്ന കുറെ മാറ്റങ്ങളുണ്ട്, ടെക്നോളജിക്കലി വരുന്ന മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ സോഷ്യൽ ലൈഫിനെ സോഷ്യൽ മീഡിയ ലൈഫിനെ ഒക്കെ പലതരത്തിൽ മാറ്റി നമ്മളിപ്പോ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ വല്ലാണ്ട് AI സഹായങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഗാഡ്ജറ്റിലാണെങ്കിലും AI അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ ടെക്നോളജി വല്ലാണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ആളുകളുടെ പ്രൈവസി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പ്രൈവസി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഒരുവിധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കലാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒട്ടും ഇല്ലാത്ത അവസ്ഥ വരും. ഈ പ്രൈവസിയെ ഇല്ലാത്തൊരവസ്ഥയിൽ കേരളത്തിന്റെ സൊസൈറ്റി എങ്ങനെയായിരിക്കും? അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയില് അതുപോലെ തന്നെ യൂട്യൂബില് ടെലിവിഷൻ ചാനലിലൊക്കെ ഉണ്ടാകുന്ന ചില ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആൾക്കാരുടെ പ്രൈവസിയെ നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ ഇതിൽ കാണിക്കുന്ന ഒരു സിനിമ നടിയുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഇതിലൊക്കെ നീലക്കുയില് മറ്റേ കുയില് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ടീം ഉണ്ടല്ലോ, പാപ്പരാസി ടീം ഉണ്ടല്ലോ. അവരുടെ എല്ലാം ഒരു പ്രോ മോഡ് എങ്ങനെയായിരിക്കും 2046 നിന്ന് കൃത്യമായി കാണിച്ചു തന്നിട്ടുള്ള സിനിമയാണിത്. നമുക്കിത് കാണുമ്പോഴത്തേക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഫാക്ടേഴ്സും ഉണ്ട്. എനിക്കിതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ സുരേഷ് കൃഷ്ണ അവതരിപ്പിക്കുന്ന ഒരു കരാട്ടെ മാസ്റ്റർ ഒരു കഥാപാത്രമുണ്ട്. പറയാനാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നന്ദു പൊതുവാന്റെ ക്യാരക്ടർ, ആ ക്യാരക്ടർ നമുക്ക് ഒരുപാട് ആൾക്കാരെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെയിം ടൈം ശാന്തി ദിനേശനും അതുപോലെ തന്നെ അശ്വത് ഗോക്കിന്റെയും ഒരു കോമ്പിനേഷനാണ് ആ കഥാപാത്രം. അതുപോലെ തന്നെ ദിവ്യപ്രഭയുടെ ആ മറ്റേ വക്കീലായിട്ട് വന്ന കഥാപാത്രം നന്നായിരുന്നു. അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയുടെ ക്യാരക്ടർ നല്ല അടിപൊളിയായിരുന്നു. ജഡ്ജി ആയിട്ട് വന്ന ചങ്ങായി. അതുപോലെ തന്നെ ജഗദീഷിന്റെ റോള്, പോലീസ് റോള്, അത് 2046 കേരള പോലീസ് എങ്ങനെയായിരിക്കും കാണിച്ചു തന്നിട്ടുള്ളത്. അത് എന്താണ് നമ്മുടെ ഭാവനയുടെ മേലെ പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഇമാജിനേഷന്റെ മേലെ പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. അതുപോലെ തന്നെ മണിയം പിള്ളരാജുവിന്റെ മോനാണ് ഈ പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്, നിരഞ്ജന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ അത് കുറച്ച് ഡൗൺ ആയി പോകുന്നതാണ് വിചാരിച്ചത്, പക്ഷെ ചക്ക നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അയാൾ മണിയം പിള്ളരാജുവിന്റെ സ്റ്റൈൽ അല്ല, ഇവന്റേതായിട്ടുള്ള സ്വന്തം സ്റ്റൈൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം പല ആക്ടേഴ്സിന്റെ മക്കളും അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങളെല്ലാം എന്താണ് കമ്പയർ ചെയ്യാൻ വേണ്ടി തോന്നും, അല്ലെങ്കിൽ അവരുടെ അച്ഛന്റെ അഭിനയമായിട്ട് എന്തെങ്കിലുമൊക്കെ ചില സാമ്യങ്ങളൊക്കെ വരും. പക്ഷെ ഇവന്റെ അഭിനയത്തിൽ അങ്ങനെ ഒന്നുമില്ല. നല്ല
നീറ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ രജിഷ വിജയന്റെ ക്യാരക്ടർ, അത് പല ലെയർ ഉള്ള പല ഡയമെൻഷനുള്ള ഒരു കഥാപാത്രമാണ്. എനിക്ക് ശരിക്കും ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ ചില സിനിമകളിൽ, അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമാ നടിമാരുടെ ചില ലൈഫെല്ലാം കാണിച്ചു തരില്ലേ, ഇത് അങ്ങനെയുള്ള ഡ്രാമ കളിയൊന്നുമല്ല. എന്താണോ റിയാലിറ്റി അതേപോലെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കഥാപാത്രം ഇയാളില്ലേ, നമ്മുടെ രാഹുൽ എന്ന ഒറ്റമാണ് ആർട്ടിസ്റ്റിന്റെ പേര്. പൊതുവെ കൃഷാന്തിന്റെ എല്ലാ പടങ്ങളിലും ഉണ്ടാവാറുണ്ട്. അവസ വ്യൂഹത്തിലുണ്ട്. ഒരു വലിയ മനുഷ്യനില്ലേ, കരിക്കിന്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവാറുണ്ട്. അയാളുടെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ആറട്ടണ്ണനാണോ അത് വേറെ ആരെങ്കിലും ആണോ, നമുക്ക് പല ആൾക്കാരെയും റിലേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നും. അത് ഒരു പരിധി വരെ ആറട്ടണ്ണനാണ്, പക്ഷെ അതിനെ ചെയ്തു വെച്ചിട്ടുള്ള രീതിയുണ്ട്. ആറട്ടണ്ണനാണ് ഒരു പരിധി വരെ, പക്ഷെ നമുക്കങ്ങനെ ഡയറക്റ്റ് അങ്ങനെ തോന്നൂല. ഒരു വേറെ തന്നെ ഒരു ഒരു ഐഡന്റിറ്റി ഉള്ള കഥാപാത്രം തന്നെയാണ്. പക്ഷെ എവിടേക്ക് അയാള് ആറട്ടണ്ണനാണ്. നല്ല രീതിയിൽ രാഹുൽ ചെയ്തിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എനിക്കൊരാളെ പറയണം തോന്നിയത്, എനിക്ക് ആർട്ടിസ്റ്റിന്റെ പേരറിയില്ല. ഈ ബിഗ് ബോസിലെ ഞാൻ ആ പരിപാടി കാണുന്ന ആളല്ല, പക്ഷെ ആ പരിപാടിയിൽ മുമ്പ് എപ്പോഴും വന്നിട്ടുള്ള ഒരു ചങ്ങായി ഉണ്ട്, ഒരു ട്രാൻസ്ജെൻഡർ പോലൊരാള്. അയാള് നേരിട്ട് എനിക്ക് അറിയുന്നില്ല, ഞാൻ അയാളെ ഫോളോ ചെയ്യുന്ന ആളുമല്ല, പക്ഷെ ഏതെല്ലാം ഊക്ക് വീഡിയോസിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലൊരു കഥാപാത്രത്തിന്റെ ഒരു സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ പടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാളെ കാണുമ്പോ തന്നെ നമുക്ക് ചിരി വരും. അത് നമുക്ക് ആദ്യം മനസ്സിലാവില്ല ഇത് ബിഗ് ഫോഴ്സ് ആളാണത്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിടി കിട്ടും, ഇത് അതാണല്ലോ ആ മുന്തികര കളർ ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമുണ്ട്. അത് അടിപൊളി റോളായിരുന്നു. അവസാനം ക്ലൈമാക്സിലേക്ക് ഒരു നമ്മൾ ചിരിച്ച് പണ്ടാണെങ്കിൽ പോകും. ഇത് ഒരേ സമയം ഒരു സൈഫൈ കമ്മിങ് ഏജ് മൂവിയുടെ സ്വഭാവം കാണിക്കുന്നുണ്ട്. സെയിം ടൈമിൽ തന്നെ മലയാളത്തിന്റെ കോർ ഉണ്ടല്ലോ, അതായത് പൊതുവെ ഒരു സറ്റയർ, ഹാസ്യം, ഇതൊക്കെ ഈ സിനിമയിൽ ലെയറായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ഹാസ്യം അതുപോലെ തന്നെ സറ്റയർ ഇതിനെക്കാളും ഉപരിയില്ലേ, നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന സാധനം ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞാൽ പ്രൈവസി എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവില്ല. സെയിം ടൈം ഈ മാർക്കറ്റ് എങ്ങനെയായിരിക്കും നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, മാർക്കറ്റിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. നമ്മുടെ സൊസൈറ്റിയിൽ മൊത്തത്തിൽ ഉണ്ടാവുന്ന ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. അതായത് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്ന അതാണ്, ഒരു ചേരിയിൽ ജീവിക്കുന്ന ഒരാളും ഈ ഹൈ ക്ലാസ് ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു അന്തരം ഈ സിനിമയുടെ ടോട്ടൽ ജിയോഗ്രഫിയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോ പലപ്പോഴും ഈ സർക്കാരിനെ വെച്ച് കൊടുക്കുന്ന ഫ്ലാറ്റെല്ലാം കാണുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര അടിപൊളിയായി തോന്നും, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ കുറച്ച് വർഷങ്ങളെല്ലാം കഴിയുന്ന സമയത്തുണ്ടല്ലോ, ഇത് പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു ചേരിയായിട്ട് മാറും. അത് ഈ സിനിമയിൽ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, സെയിം ടൈം അവരുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് എങ്ങനെയായിരിക്കും, പ്രൈവറ്റ് കമ്പനീസ് എങ്ങനെയായിരിക്കും കയറി വരുന്നത്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും, അല്ലെങ്കിൽ നമ്മളിപ്പോ ജെമിനിയോടോ ചാറ്റ് GPT യോടോ അത് അല്ലെങ്കിൽ ഇപ്പോ ഗ്രോക്കിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ചില ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് AI വേർഷനിലേക്ക് മാറ്റാൻ വേണ്ടി പറയാറില്ലേ. ഈ സാധനങ്ങളെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഏത് രീതിയിലേക്കായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതൊരു ബാധ്യതയായിട്ട് മാറുന്ന രീതിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഈ സിനിമയിൽ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഡോക്യുമെന്ററി ശൈലിയിലൊന്നും അല്ല, സിറ്റുവേഷൻ ആയിട്ട് പക്ക സിനിമാറ്റിക് ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കൃഷാന്തിന്റെ പടങ്ങളുടെ സ്വഭാവം അറിയാലോ, ആസ്പെക്ട് റേഷ്യോ കാര്യങ്ങളൊക്കെ മാറും, കളറിംഗ് എന്നെല്ലാം പറഞ്ഞാൽ നല്ല ഡാർക്ക് കളറെല്ലാം ഇടയ്ക്ക് അടിച്ചു തരും, നല്ല സറ്റയർ ഉണ്ടാവും, തമാശ ഉണ്ടാവും. പക്ഷെ ഇതിലെ തമാശയൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ സിനിമയിൽ ഉണ്ടാവണം, നമ്മൾ ഓൺ ആയിരിക്കണം, എന്നാലേ അത് കറക്റ്റ് മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്തോ നടക്കുന്ന പോലെയൊക്കെ തോന്നും. ചില ആൾക്കാർക്ക് ഇത് അപരാധം പോലെ എല്ലാം തോന്നും. പക്ഷെ ഈ പടം ആദ്യം കണക്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അവസാനം വരെ ഒറ്റ പോക്കായിരിക്കും. നൈസ് കഥാപാത്രമാണ്. സുരേഷ് കൃഷ്ണയെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ചിരി വരും. അയാളുടെ ആ ഒരു മീശയും താടി മറ്റേറെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ ജഡ്ജിയായിട്ട് അഭിനയിച്ചൊരു ചങ്ങായിണ്ട്, ജഡ്ജിയുടെ കഥാപാത്രം. അതുപോലെ തന്നെ ഈ ദിവ്യപ്രഭ ആൻഡ് വിഷ്ണു അഗസ്ത്യ, ഈ 3 ആക്ടേഴ്സും ഈ കോടതിയിൽ സംസാരിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു കോർട്ട് റൂം ഡ്രാമ പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. ഡ്രാമ അല്ല, ആക്ച്വലി ഒരു ഫൺ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ക്ലൈമാക്സിനോട് വരുന്ന സമയത്ത് നല്ല നൈസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്ന ഒരു സാധനം ഈ പടത്തിന്റെ മ്യൂസിക് ആണ്. വർക്കിയാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്റെ അമ്മയെ ഒരു പക്ക ട്രാൻസ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്, പല ജോണറിലുള്ള പാട്ടും കാര്യങ്ങളെല്ലാം ഈ പടത്തിലുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ആദ്യം മന്ദാരമല്ല മേലെ, ആ പാട്ട് നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ യൂട്യൂബിൽ കണ്ട പോലെ 3 മിനിറ്റ് ഫുൾ ആയിട്ടല്ല, പകുതിയായിട്ടാണ് സിനിമയിൽ കാണിക്കുക. ആ പാട്ട് നല്ല അടിപൊളിയാണ് തിയേറ്ററിൽ കാണാനായിട്ട്. ആ ബീറ്റും കാര്യങ്ങളെല്ലാം സൂപ്പർ ആയിരുന്നു. പിന്നെ പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് വേറൊരു ട്രാക്ക് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു പക്ക ട്രാൻസ് മ്യൂസിക് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാട്ട്. അതുപോലെ തന്നെ ഇയാള് വീട്ടിലേക്ക് വന്ന പാടെ ഒരു AI യോട് ഒരു പാട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മളെ മെയിൻ കഥാപാത്രം. അതായത്
ബിമൽ, നിരഞ്ജൻ മണിയമ്പിള്ള രാജുവിന്റെ കഥാപാത്രം എയോട് പറഞ്ഞുണ്ടാക്കുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടും അടിപൊളിയായിരുന്നു. പിന്നെ വീഡിയോ ഗെയിം എല്ലാം സ്ഥിരമായിട്ട് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കല്ലോ ഈ പടം പെട്ടെന്ന് കണക്ട് ചെയ്തു. അതായത് നമ്മുടെ മൈൻഡിലുള്ള ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനോ സ്ട്രെസ് എല്ലാം നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഗെയിമിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കാറില്ലേ, അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ട് നമുക്ക് ഈ സിനിമയെ കാണാം. ഈ സിനിമ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോ വളരെ കുറവായിരിക്കും. പക്ഷെ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഉണ്ടല്ലോ ഈ പടം ഒരു കൾട്ടായിട്ട് മാറും. ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചോ, ഈ പടം ഉറപ്പായിട്ടും ഒരു കൾട്ട് മൂവിയായിട്ട് ഭാവിയിൽ മാറും. നിലവിലെ ഇതിന്റെ തിയേറ്റർ അവസ്ഥ അത് നമ്മൾ നോക്കിയിട്ട് തന്നെ കാണേണ്ടി വരും എന്താവുന്നുള്ളത്. പക്ഷെ ഇത് മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്ക് മൂവി തന്നെയാണ്. കൃഷാന്തിന്റെ സിഗ്നേച്ചറുള്ള ഒരു പടം മസ്തിഷ്ക മരണം കിഡിലോട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള പടങ്ങൾ, അതായത് കമ്മിങ് ഏജ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലേ, ബ്ലേഡ് റണ്ണർ എന്ന പടമില്ലേ നമ്മുടെ ഡെനിസ് വിലിനിയോവിന്റെ, ആ പടം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലേ ചിന്തിക്കാനൊന്നുമില്ല, നേരെ തിയേറ്ററിൽ പോവുക, കാണുക, ഗംഭീരം, അടിപൊളി പടം.